Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോ റെയ്നർ അവനാണെങ്കിൽ ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഹീറോ അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവനെ വെട്ടിത്തിരിപ്പിച്ച് അങ്ങനെ കഴുത്ത് പിടിച്ച് ലോക്ക് ചെയ്ത് താഴെ ഇടുകയാണ്. ഈ കാര്യം മുൻപോട്ടേക്ക് പോവുകയാണെങ്കിൽ അവൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നു മനസ്സിലാക്കിയ റെയ്നർ ആണെങ്കിൽ ആദ്യ ഹീറോയുമായിട്ട് അല്പദൂരം മുൻപോട്ടേക്ക് നിരങ്ങും. അതിനുശേഷം അവൻ ഉച്ചത്തിൽ വിളിക്കാനായിട്ട് തുടങ്ങും. ഉടനെ എല്ലാവരും ഷോക്കായി ചുറ്റും നോക്കും. അവൻ ചുറ്റുമുള്ള ടൈറ്റൻസിനെ വിളിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കും. പക്ഷെ അടുത്ത് ടൈറ്റൻസ് ഒന്നുമില്ല. ഇപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. കൊളോസ്റ്റൽ ടൈറ്റൻ അവൻ ഇപ്പോൾ അവരുടെ ദേഹത്തേക്ക് വീഴുന്നത്. ആ വീഴ്ചയിൽ വലിയൊരു എനർജി അത് പുറത്തേക്ക് പ്രൊഡ്യൂസ് ആവും. അവരാണെങ്കിൽ എറിന്റെ ശരീരം അങ്ങനെ കടിച്ചു പറിക്കുകയാണ്. ബർണോടാണെങ്കിൽ പുറത്തേക്ക് വന്ന് ഏമറിന്റെ ശരീരം അത് തൂക്കിയെടുക്കും. റെയ്നർ ആണെങ്കിൽ ഉഷാറായിട്ട് ചാടി എഴുന്നേറ്റ് പോവും. ആ സമയത്ത് ബർഡർ ആണെങ്കിൽ ഇപ്പോ അവന്റെ കയ്യിലുള്ള 3D മാനുവൽ ഗിയർ അതുപയോഗിച്ച് ഒരു സോൾജിയറിന്റെ കയ്യിലുണ്ടായിരുന്ന 3D മാനുവൽ ഗിയർ അതുപയോഗിച്ച് ഇപ്പൊ അവന്റെ ബോഡി ലോക്ക് ചെയ്ത് അങ്ങനെ അവന്റെ കൂടെ പോകും. അവരങ്ങനെ ഉഷാറായിട്ട് ഓടുന്നത് നോക്കി നിൽക്കാനല്ലാതെ നമ്മുടെ ആൾക്കാർക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. കട്ട് ചെയ്ത ഇപ്പൊ ട്രസ്റ്റ് നഗരത്തിന്റെ ആ വലിയ മതിലിന് മുകളിൽ വെള്ളം അടിച്ചിരിക്കുന്ന കമാൻഡറിനെ ആയിരിക്കും കാണിക്കുക. ഉടനെ ഒരു സോൾജിയർ ആണെങ്കിൽ അവിടേക്ക് വന്ന് കമാൻഡറിനെ വിളിക്കും. മറ്റൊരു ലേഡി സോൾജിയർ ആണെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തിന്റെ തലയ്ക്ക് ആഞ്ഞടിക്കുകയാണ്. നിങ്ങൾ വെറുതെ വെള്ളം അടിച്ച് ഇവിടെ ഇരിക്കുകയാണോ? ഇങ്ങനെ പോവാണെങ്കിൽ നിങ്ങളുടെ ഡൈപ്പർ മാറ്റി എന്റെ ലൈഫ് ഇല്ലാതാവും. ഇങ്ങനെ ഇരിക്കാതെ കുറച്ച് ഉഷാറാവണം. അത് കേട്ട് ഇപ്പൊ നമ്മുടെ മൊട്ട കമാൻഡർ ആണെങ്കിൽ അവളോട് ചോദിക്കും ഇപ്പൊ സിറ്റുവേഷൻ അതെന്തായി. അതിനവള് പറയും ടൈറ്റൻസിന്റെ എണ്ണം കുറഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ ഒക്കെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. വീണ്ടും സോൾജിയേഴ്സിനെ നമ്മൾ ചുറ്റുപാടും അയച്ചിട്ടുണ്ട്. സ്ക്വാഡ് അവര് മതിലിന്റെ അടുത്തൂടെയാണ് നടക്കുന്നതെങ്കിൽ ഏത് നിമിഷവും അവർ അവിടുത്തെത്തും. സംഭവിക്കുകയാണെങ്കിൽ ട്രോളൻ നഗരത്തിൽ നിന്ന് വരുന്ന സ്പെഷ്യൽ സ്ക്വാഡും അതുപോലെ തന്നെ ഹാനസിന്റെ ആ സ്ക്വാഡും ആ രണ്ട് ടീമുകളും ഒരേ ബിന്ദുവിൽ വെച്ച് കൂട്ടിമുട്ടും. അപ്പോ അതിലൂടെ മനസ്സിലാക്കാം അവിടെ ടൈറ്റൻസിനെ ഒന്ന് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന്. അതിലൊരു ഹോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പിക്സസ് പറയും. അതേസമയം കമാൻഡർ എർവിൻ സ്മിത്ത് ആളവിടേക്ക് കടന്നു വരും. അതുകൊണ്ട് മൊട്ട കമാൻഡർ ആണെങ്കിൽ എഴുന്നേറ്റ് വന്ന് സ്മിത്ത് നിന്നെ കാണാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. അതിലൊന്നിനെ നീ പിടിച്ചുവല്ലേ? അതിന് എർവിൻ പറയും അതെ ഞാൻ പിടിച്ചു. പക്ഷേ അവൻ ഞങ്ങളെ കഴിഞ്ഞും ബുദ്ധിമാനാണ്. അത് കേട്ട് മൊട്ടത്തലയും കമാൻഡർ പറയും കുഴപ്പമില്ല, പഴയ ആചാരങ്ങളും കെട്ടിപ്പിടിച്ച് അവര് മതിലിനോട് ചേർന്ന് തന്നെ ഇരിക്കട്ടെ. എല്ലാം ഉള്ള സൊല്യൂഷൻ അത് ഉറപ്പായാലും നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താനായിട്ട് കഴിയും. ഇപ്പോൾ ഇതാ മിലിറ്ററി പോലീസ് വരെ ടൈറ്റൻസ് ഉള്ള മേഖലയിലേക്ക് വന്നിരിക്കുകയാണ്. കട്ട് ചെയ്ത ജിന്നാണെങ്കിൽ ഇപ്പൊ വേറൊരു സോൾജിയറിനോട് ചോദിക്കും അവരിവിടെ ഇല്ലെന്ന് ഉറപ്പല്ലേ? ഇതിനാ സോൾജിയർ പറയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ ടൈറ്റൻസ് ഒന്നും ഇപ്പൊ ഇല്ല. അത് കേട്ട് ജിന്നാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ കുറിച്ച് ചിന്തിക്കും അവർക്കൊന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഒരു ഭാഗത്ത് വേറൊരു പോലീസ് സോൾജിയർ ആണെങ്കിൽ ഇപ്പൊ ക്യാപ്റ്റൻ ലീവായോട് ചോദിക്കും നീയല്ലേ ടൈറ്റൻസിനെ അറ്റാക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നത്? ഇവിടെ ഇപ്പൊ ടൈറ്റൻസിനെ ഒന്നും കാണാനില്ലല്ലോ. ാണെങ്കിൽ അത് കേട്ട് ക്യാഷ് അടിച്ചിരിക്കും. ഓ നിങ്ങൾക്കിപ്പോ ടൈറ്റൻസിനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? കുഴപ്പമില്ല, ഞങ്ങൾ അധികം വൈകാതെ പുറത്തേക്ക് പോകുന്നുണ്ട്. സോ നിങ്ങളെ ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോവാം. അപ്പൊ ധാരാളം ടൈറ്റൻസിനെ നേരിട്ട് കാണാനും നിങ്ങൾക്ക് അവരെ അറ്റാക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അത് ലഭിക്കും. ആ സോൾജിയേഴ്സ് ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുത്ത് അങ്ങനെ നിൽക്കും. വേറൊരു സോൾജിയർ ആണെങ്കിൽ ഓടി വന്ന് പറയും ഇന്ന് പുറത്തേക്ക് പോയ ആ സ്പെഷ്യൽ സ്ക്വാഡ് അവർ തിരിച്ചു വന്നു. അതുകൊണ്ട് എല്ലാവരും ഇപ്പൊ അവന്റെ അടുത്തേക്ക് വരികയാണ്. മൊട്ട കമാൻഡർ ആണെങ്കിൽ അവനോട് കാര്യം തിരക്കും. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ മതിൽ ദ്വാരമൊന്നുമില്ല. പക്ഷെ സിറ്റുവേഷൻ ഇപ്പോ വളരെ മോശമാണ്. 104 റിക്രൂട്ട്സിലെ 3 പേര് ടൈറ്റൻസ് ആണ്. അവരവിടെ വലിയ ആക്രമണങ്ങൾ നടത്തിക്കഴിഞ്ഞു. അത് കേട്ട് എല്ലാവരും ഞെട്ടും. ആണെങ്കിൽ ഷോക്കായിട്ട് അതാരാണ് എന്താണെന്നൊക്കെ ചോദിക്കും. ഉടനെ എർവിൻ സ്മിത്ത് ആണെങ്കിൽ സമാധാനത്തിൽ അവനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ ഹോനസിനെ കാണിക്കും. എന്തൊരു കഷ്ടമാണ്, മുകളിലുണ്ടായിരുന്നവർ മാത്രമാണ് രക്ഷപ്പെട്ടത്. താഴെ ഉണ്ടായിരുന്നവരെല്ലാം ആ ടൈറ്റൻസിന്റെ ഹീറ്റിൽ പവറിൽ അതിൽപ്പെട്ട് മരണപ്പെട്ടു. അവൾക്കിപ്പോ എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അതിന് മഞ്ഞമുടിയൻ ആർമിൻ പറയും കുഴപ്പമൊന്നുമില്ല, വലിയ പരിക്കുകളൊന്നും അവളുടെ ബോഡിയിൽ കാണാനില്ല, ഒരുപക്ഷെ ബോധം പോയതായിരിക്കും. അത് കേട്ട് ഹാനസ് ആണെങ്കിൽ കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടുന്ന് കടന്നു പോകും. അപ്പോഴായിരിക്കും മറ്റൊരു കാര്യം ഇപ്പൊ വെളിവാക്കുക. ഫിൽട്രേഷൻ ഇത് ആക്ച്വലി ഒരു ഫുഡ് ഐറ്റം ആണ്. ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ബിസ്ക്കറ്റ് പോലെ റോ ആയിട്ട് തന്നെ കഴിക്കാം. സൈനികർക്ക് ഇത് കൂട്ടാനായിട്ടാണ് കൂടുതലായിട്ടും ഇത് ഉപയോഗിക്കുന്നത്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് സീനായിരിക്കും കാണിക്കുക. നമ്മുടെ മഞ്ഞമുടിയൻ അറിവിന്റെ 3 ബ്രെഡുകൾ അത് ചില തെമ്മാടി പിള്ളേർ അടിച്ചു മാറ്റി. ഹീറോ ആണെങ്കിൽ അത് ചോദിക്കാനായിട്ട് അവരുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. ആ കാര്യം അർമിനാണെങ്കിൽ ഇപ്പോ ചുന്ദരിപ്പെണ്ണിനോട് പറയും. അവളാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഹീറോയെ തേടി പോവാൻ. ഇവിടെ ഹീറോ ആണെങ്കിൽ ദേഷ്യപ്പെട്ട ചെക്കന്മാരോട് പറയും മര്യാദയ്ക്ക് നിങ്ങൾ അടിച്ചു മാറ്റിയ ബ്രെഡ് ആ തിരികെത്ത. അതിനവനാണെങ്കിൽ പരിഹസിച്ച് അത് ഓൾറെഡി ഞങ്ങൾ തിന്നു കഴിഞ്ഞു, നിനക്ക് വേണമെങ്കിൽ ഛർദ്ദിച്ചു തരാമെന്ന് പറയും. ഇളകിയ ഹീറോ ആണെങ്കിൽ അവനെ അറഞ്ചം അടിക്കും. ചുറ്റുമുണ്ടായിരുന്ന കടക്കാര് അവരാണെങ്കിൽ ഈ കാഴ്ച കണ്ട് ഇപ്പൊ മിലിറ്ററി പോലീസിനെ കാര്യം അറിയിക്കും. അങ്ങനെ ഹാനസും ടീമും ആണെങ്കിൽ അവിടേക്ക് വന്ന് ക്യാഷ്ലായിട്ട് അത് നോക്കി നിൽക്കും. അവര് കുട്ടികളല്ലേ, അല്പനേരം കളിക്കട്ടെ. കളി മൂർച്ഛിക്കുമ്പോൾ ആരെങ്കിലും അവരെ പിടിച്ചു മാറ്റാതിരിക്കില്ല. അവരത് പറയുന്ന അതേസമയം ചുന്ദരിപ്പണ്ണ് മിക്കാസ അവളവിടേക്ക് ഓടിയെത്തും.
ഇടയ്ക്ക് ഓടി വന്ന ചുന്ദരിപ്പണ്ണി മിക്കാസ അവൾ ചാടി വന്ന് ആ പയ്യനെ ചവിട്ട് തെറിപ്പിക്കും. അതിനുശേഷം ഹീറോയോട് എത്രയും വേഗം വീട്ടിലേക്ക് പോകാനായിട്ട് പറയും. ചവിട്ട് കെട്ടി തെറിച്ചു പോയ ആ പയ്യനാണെങ്കിൽ വീണ്ടും ആ കടയിൽ പോയി അടിച്ചു വീണ് സാധനങ്ങളെല്ലാം തകർന്നു വീഴുകയാണ്. കടക്കാരനാണെങ്കിൽ മിലിറ്ററി പോലീസിനോട് ദേഷ്യപ്പെടും. ഇവിടെ ആ പിള്ളേരാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ചുന്ദരിപ്പണിയെ റൗണ്ട് ചെയ്ത് അവരെല്ലാവരും ചേർന്ന് പൊരിഞ്ഞ അടിയിടി ബഹളം. ഹീറോ ആണെങ്കിൽ വീണ്ടും അവരുടെ ഇടയിലേക്ക് ഫൈറ്റ് ചെയ്യാൻ പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മഞ്ഞുമുടി നർമ്മിനാണെങ്കിൽ അവനെ പിടിച്ചു വെക്കുകയാണ്. നേവി പോലീസ് സോൾജിയേഴ്സ് ആണെങ്കിൽ അതുകൊണ്ട് ഹായ് ആയിട്ട് കൈയടിക്കുന്ന അതേസമയം കടക്കാരനാണെങ്കിൽ ഒരു സോൾജിയറിന്റെ മുഖത്ത് ആഞ്ഞടിക്കും. ഞങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണ് നിങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്, മര്യാദയ്ക്ക് അവരെ തടയാനായിട്ട് പറയും. ആ പോലീസുകാരനാണെങ്കിൽ ഫുൾ കലിപ്പിൽ ആ കടക്കാരനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അത് ഹാനസ് തടയും. ഉടനെ ആ കടക്കാരനാണെങ്കിൽ അടുത്തായിട്ട് ഹാനസിന്റെ മുഖത്ത് പഞ്ച് ചെയ്യും. മിക്കാസയാണെങ്കിൽ അറഞ്ചം പുറഞ്ചം ആ കുട്ടികളെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ മറ്റൊരു പോലീസ് ഓഫീസറാണെങ്കിൽ വിസിലടിച്ച് അവിടേക്ക് ഓടിയെത്തും. അത് കണ്ട കുട്ടികളാണെങ്കിൽ ഭയന്ന് അവിടുന്ന് ഓടുകയാണ്. ഇതാ പ്രസന്റ് കാണിക്കും നമ്മുടെ ചുന്ദരിപ്പെണ്ണ് മിക്കാസ. അവൾ കണ്ണു തുറന്ന് ചുറ്റും നോക്കും. ഹീറോയെ കാണാനില്ല. അവൾ അർമീനെ പിടിച്ചു വലിച്ച് ഹീറോ എവിടെയും ചോദിക്കും. അതിനവനാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അവൾ താഴേക്ക് നോക്കൂ. മുടി അർമിൻ പറയും, അവനെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് 5 മണിക്കൂർ കഴിഞ്ഞു, ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് ചോദിക്കും, അവനെ രക്ഷിക്കാനായിട്ട് ആരെങ്കിലും ആ ടൈറ്റൻസിന്റെ പിന്നാലെ പോയോ? അതിനവൻ പറയും, ഇല്ല, കുതിരകൾ ഓപ്പോസിറ്റ് സൈഡാണ്. അവറ്റകളെ ിലൂടെ മറുപുറം എത്തിച്ചാൽ മാത്രമേ നമുക്ക് അവരെ ഫോളോ ചെയ്ത് പോകാനായിട്ട് കഴിയൂ. അവൾക്കാണെങ്കിൽ എന്തു പറയണമെന്ന് അറിയില്ല. ലാസ്റ്റ് ടൈം ക്യാപ്റ്റൻ ലീവായും ചുന്ദരിപ്പണ്ണി മിക്കാസയും രണ്ടുപേരും ചേർന്നാണ് ആനയുടെ കയ്യിൽ നിന്ന് നമ്മുടെ ഹീറോയെ തലനാരിഴയ്ക്ക് രക്ഷിച്ചെടുത്തത്. ഓൾറെഡി 5 മണിക്കൂർ കഴിഞ്ഞു അവൻ നഷ്ടപ്പെട്ടു പോയിട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ചോദിക്കും. ഉടനെ ഹാനസ് ആണെങ്കിൽ അവർക്ക് കഴിക്കാനായിട്ട് ഭക്ഷണമായിട്ട് വരും. എങ്കിൽ മനസ്സോടുകൂടെ അത് കഴിക്കുകയാണ്. ഹാനസ് ആണെങ്കിൽ അവരോട് പറയും, പണ്ട് ചെറുപ്പത്തിൽ നിങ്ങളുടെ എല്ലാ കാര്യവും ഞാൻ കണ്ടതാണ്. ഇപ്പം മുതലേ നിങ്ങൾ 3 പേരും ഒറ്റക്കെട്ടായിരുന്നു. എല്ലാ കാര്യത്തിനും നിങ്ങൾ ഒരുമിച്ച് തന്നെയാണ്. അടിയുണ്ടാക്കുന്നതും വഴക്കിടുന്നതും എല്ലാം. അത് സോൾവ് ചെയ്യാൻ എപ്പോഴും ഞാൻ വേണ്ടി വന്നു. ഇപ്പോൾ നിങ്ങൾ വലുതായപ്പോഴും നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിരിക്കുകയാണ്. പക്ഷെ സിറ്റുവേഷൻ അത് വേറെയാണെന്ന് മാത്രം. നിങ്ങളുടെ ഫ്രണ്ട് എർവിൻ, അവൻ പണ്ട് മുതലേ ഒരു മണ്ടനായിരുന്നു. 5 പേരാണെങ്കിലും 10 പേരാണെങ്കിലും മുന്നും പിന്നും നോക്കാതെ അവൻ എല്ലാ പ്രശ്നത്തിലേക്കും ചാടി ഇറങ്ങി ഫൈറ്റ് ചെയ്യും. അവൻ അതിൽ ജയിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല, അതുപോലെ തന്നെ തോൽക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇങ്ങനെയൊരു സിറ്റുവേഷൻ അതാദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, അവന്റെ ശ്രമം അതൊരു കാരണവശാലും സ്റ്റോപ്പ് ചെയ്യില്ല. അവനെ തട്ടിക്കൊണ്ടു പോകുന്ന സമയമെല്ലാം തന്നെ ഹീറോ അവൻ ഉറപ്പായാലും അവരെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒരു കാലം അത് തിരികെ പിടിക്കാനായിട്ട് എത്ര സമയം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും അവനെ തിരികെ പിടിക്കാൻ. അവൻ എത്ര ദൂരം പോയാലും അവനെ നമ്മൾ തിരികെ പിടിക്കും. ആ ഒരു പഴയ കാലം അത് എനിക്ക് തിരികെ വേണമെന്ന് മനസ്സാണെങ്കിൽ കോൺഫിഡൻസോടുകൂടെ പറയും. കട്ട് ചെയ്ത എർവിൻ സ്മിത്തും ആളുകളും അവരാണെങ്കിൽ ഇപ്പോൾ കുതിരകളെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള ലിഫ്റ്റുകളുമായിട്ട് അവിടേക്ക് കടന്നു വരികയാണ്. ഇവിടെ മഞ്ഞുമൂടി നർമിനാണെങ്കിൽ ഇപ്പൊ ക്രിസ്റ്റയെ തടയാൻ ശ്രമിക്കുകയാണ്. നിനക്കിവിടെ നിന്നൂടെ? അതിനവള് പറയും, എന്റെ കൺമുമ്പിൽ വെച്ചാണ് അവളെയും തട്ടിയെടുത്ത് അവര് പോയത്. അവളെ എന്ത് വില കൊടുത്തും തിരികെ പിടിക്കണം. കോണിക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. റെയ്നറും ബെർണോൾഡും അവർ രണ്ടുപേരും നമ്മുടെ ശത്രുക്കളാണെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. എനിക്ക് അത് അവരുടെ നാവിൽ നിന്ന് കേൾക്കണം. കണ്ണാടിപ്പെണ്ണാണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു മാപ്പ് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെ തൊട്ടടുത്തായിട്ട് ഒരു കാടുണ്ട്. അധികം മരങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാട്. അവിടേക്ക് തന്നെയായിരിക്കും അവർ പോയിരിക്കുക. ആർമേർഡ് ടൈറ്റന്റെ ഫുട് പ്രിന്റ് അത് മായ്ക്കാൻ ആർക്കും കഴിയില്ല. സോ നിങ്ങൾക്കത് സഹായകമായി മാറിയേക്കാം. അവരവിടെ തന്നെ ഉണ്ടാവും. കാരണം ബാക്കിയുള്ള ടൈറ്റൻസ് അവർക്ക് വലിയ വെല്ലുവിളിയാണ്. ആൾമറയ്ക്ക് പുറത്തു പോവുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഇപ്പൊ അവർ ഓൾറെഡി ഒരുപാട് ദൂരെ സഞ്ചരിച്ചുകൊണ്ട് തന്നെ തളർന്ന് ആ കാട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും. ടൈറ്റൻസിന്റെ എല്ലാം വിഹാരം അത് കുറഞ്ഞതിന് ശേഷം രാത്രിയായിരിക്കും അവർ വീണ്ടും അവരുടെ യാത്ര പുനരാരംഭിക്കുക. കട്ട് ചെയ്ത ഈ പൗള് പറഞ്ഞ ആ കാട് കാണിക്കും. 2 കൈ നഷ്ടപ്പെട്ട നമ്മുടെ ഹീറോ ആണെങ്കിൽ കണ്ണു തുറക്കും. അവന്റെ തൊട്ടടുത്ത് എയ്മറുണ്ട്. ദൂരത്ത് ഒരു മരത്തിന് മുകളിലായി ബെർണോൾഡും അവർ രണ്ടുപേരും ഹീറോയെ തന്നെ നോക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.